വാഴ പോലെ വാഴയുടെ പുറകെ നടക്കുന്ന മരവാഴ. നമ്മൾ പ്രമോല് കണ്ട ഡയലോഗ് അല്ലേ ഋഷിയുടെ? ഈ ഡയലോഗ് ഇപ്പോൾ ഹിറ്റാണ്, സൂപ്പർ ഡയലോഗ് എന്നാണ് പൊതുവെ ഇപ്പം എല്ലാവരും പ്രൊമോ കണ്ടിട്ട് പറയുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇന്ന് നോമിനേഷൻ ഡേ ആയിരുന്നു. നമുക്കറിയാം പവർ ടീം അംഗങ്ങൾക്ക് ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ജാസ്മിൻ പവർ ടീമിലേക്ക് കയറി പറ്റിയിരിക്കുകയാണ്. അവിടെ ജാസ്മിനും ഗബ്രിക്കും നേരിട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യേണ്ടത് ഋഷിയെയാണ്. അവർ ഋഷിയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഹൗസിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അതിനെ എതിർത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാൻമണി മാത്രമാണ്. ജാൻമണിക്ക് ഋഷിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ലാതെ ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ജാസ്മിനും ഗബ്രിയും ഒരു ഗെയിമാണ് അവിടെ കളിച്ചത്. ഋഷി നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, ഇപ്പോൾ തീരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുകയാണ് ഋഷി. അതുകൊണ്ട് അങ്ങനെ ആക്റ്റീവ് അല്ലാത്ത ഒരു പേഴ്സൺ, അതുപോലെ തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ ഋഷീനെ ആരും പേര് പറയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഋഷി നോമിനേഷനിൽ വരും. അതുകൊണ്ട് നമ്മൾ ഋഷീനെ തന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് അവിടെ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. ഒരു തരത്തിലും ജാൻമണി സമ്മതിച്ചില്ല. അവസാനം ജിൻഡോയെ നോമിനേറ്റ് ചെയ്യായിരുന്നു അവരുണ്ടായിരുന്നത്. ഡയറക്റ്റ് നോമിനേഷനിൽ ജിൻഡോയുടെ പേരെടുത്തു. പക്ഷേ ഇത് ജാൻമണി ചെന്ന് മുടിയനോട് ചെന്ന് പറയാണ്, ഋഷിയോട് ചെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് നല്ല വഴക്കായിട്ട് ജാൻമണി ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ ഭയങ്കര വിഷയമായിട്ടുണ്ടെന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം, ആരുടെ പേര് പറഞ്ഞിട്ടാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അത് ഋഷി ചോദിച്ച സമയത്ത് അവിടെ പറയുമായിരുന്നു ജാൻമണി, നിന്റെ പേരാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, അവസാനം ജിൻഡോയുടെ പേര് എടുക്കുകയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഋഷിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം രാത്രി വരെ ഋഷിയുടെ അടുത്ത് അത്രയും സ്നേഹത്തിൽ സംസാരിച്ചിരുന്ന ജാസ്മിനും ഗബ്രിയും കൈപിടിച്ച് ചിരിച്ച് കാലത്തും അതിനുശേഷം ഒക്കെ സംസാരിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് പുറകിൽ നിന്ന് കുത്തി എന്നുള്ളൊരു തോന്നലാണ് ഋഷിയുടെ മനസ്സിലുണ്ടായത്. ഈ നോമിനേഷന് ശേഷവും ഓക്കെയല്ലേ ഋഷി എന്ന് ചോദിച്ചുകൊണ്ട് ജാസ്മിനും ചെന്നു, അതുപോലെ തന്നെ ഗബ്രിയും ഋഷിയുടെ അടുത്ത് ചെന്നു. ആ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഋഷിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. ഋഷി പറഞ്ഞു, ഇത് പുറകിൽ നിന്ന് കുത്തിയ നിങ്ങളെപ്പോലുള്ളവർ എൻ്റെ അടുത്തും ചിരിച്ച് കാണിക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല, പുറകിൽ നിന്ന് കുത്തുന്നവരെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വഴക്കുണ്ടായത്. ഋഷിക്ക് ഒട്ടും കൺട്രോൾ അല്ലായിരുന്നു. ഋഷി ഭയങ്കരമായിട്ട് റേസ് ആവുകയും ഭയങ്കരമായി ചൂടായി, വായിൽ തോന്നി ഇതൊക്കെ ഋഷി വിളിച്ചു പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഋഷിയുടെ പ്രശ്നം ഇത് മാത്രമായിരുന്നു, പുറകിൽ നിന്ന് കുത്തി എന്നൊരു തോന്നൽ. മുന്നിൽ നിന്ന് ചിരിക്കുക, പുറകിൽ നിന്ന് കുത്തുക എന്നൊരു തോന്നലാണ് ഋഷിക്കുണ്ടായത്. ആ തോന്നലിൽ നിന്നാണ് ഇത്രയും വഴക്ക് അവിടെ ഉണ്ടായത്.